അജ്മൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്ന ആളാണ്. അജ്മൽ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അജ്മൽ ഏത് ഭാഗത്താണ്? ചൂരൽമലയിലാണോ മുണ്ടക്കയിലാണോ? ഞങ്ങൾ ചൂരൽമലയിൽ എത്തുന്നേ ഉള്ളൂ. ഓക്കെ. അജ്മലെ, നിങ്ങൾ ഏത് ടീമിന്റെ ഭാഗമാണ്? CH റെസ്ക്യൂ ടീം പനമരം. ഓക്കെ. ഇന്നലെ അവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നുവല്ലോ, ഞാൻ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഇന്നലെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇനിയും എത്താത്ത സ്ഥലങ്ങളുണ്ടോ ചൂരൽമലയിൽ രക്ഷാദൗത്യം? എത്താത്ത സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. ചൂരൽമലയിൽ തന്നെയുണ്ട്? ചൂരൽമലയിൽ തന്നെ ഉണ്ട്. ഈ കൂടുതലും ഈ ചെളിയിൽ പുതഞ്ഞു പോയാണോ ഈ അപകടം, അതോ? ആണല്ലേ, പാറയും മരങ്ങളും എല്ലാം. ഈ കൂറ്റൻ പാറകളിലൊക്കെ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം സാധ്യമാവുന്നത് അജ്മൽ? നമുക്ക് ഈ മിഷനറീസിനും അവിടെ എത്തിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇല്ല, എല്ലാവരും അത് ബുദ്ധിമുട്ടാണ്. ഇതായിട്ട് എത്രത്തോളം പേരെ ഇന്നലെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു നിങ്ങളുടെ ടീമിന്? നിങ്ങള് രക്ഷപ്പെടുത്താൻ ഒരു 5-6 ടീമിനോടോ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഞങ്ങളുടെ ടീമിന് 5-6 പേര് മാത്രം അല്ലേ? എത്ര മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് നിങ്ങൾ? ഞങ്ങള് അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. അപ്പൊ ഞങ്ങൾ അവിടത്തേക്ക് ആ സ്ഥലത്തേക്ക് പോകും. ഓക്കെ. അത് ഏതൊരു അവസ്ഥയിലായിരുന്നു? അതായത് ഇങ്ങനെ ചെളിയൊക്കെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലേ? അതെ അതെ, മഴയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും അജ്മൽ? അവിടെ കൂടുതൽ ഊർജിതമാക്കാൻ, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അതിന്റെ ശ്രമത്തിലാണ് ഞങ്ങൾ ഇന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം. നിങ്ങൾ എത്ര പേരടങ്ങുന്ന ടീമാണ്? ഞങ്ങള് 30 പേര്. 30 പേര്. ഇങ്ങനെ രക്ഷാദൗത്യത്തിൽ നിങ്ങൾ ട്രെയിൻഡ് ആണോ? നിങ്ങൾ പരിശീലനം നേടിയവരാണോ ഈ രക്ഷാദൗത്യത്തിലൊക്കെ? അതെ അതെ, രക്ഷാദൗത്യത്തിന്റെ പരിശീലനം നേടിയവരാണല്ലേ? ഓക്കെ. എന്നാൽ വളരെ വേഗം തന്നെ അവിടെ എത്തും അജ്മൽ. എത്രയും പെട്ടെന്ന് അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടൂ. അതെ അതെ, അതിന്റെ ശ്രമത്തിൽ തന്നെയാണ് ഞങ്ങള്. ഇനി ഇങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ശരി ശരി അജ്മൽ, താങ്ക് യു. ഞാൻ CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, മുണ്ടക്കയിലേക്കുള്ള വഴിമധ്യയാണ്, ഏതാണ്ട് 3 കിലോമീറ്ററാണ്. അനുമോദ്, അതെന്താണ് ഇപ്പോൾ ക്യാമറയിൽ കാണിക്കുന്ന ദൃശ്യം? എന്താണ്? വാഹനത്തിന്റെ ഭാഗമാണോ? ഒരു സ്കൂട്ടർ ആണല്ലേ? അനുമോദ്, ഈ ദുരന്ത മേഖലയിലാണോ ഉള്ളത്? ഞാൻ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും നാശമുണ്ടാക്കിയ മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് മുണ്ടക്കൈക്ക് പോകുന്ന ഭാഗത്ത് ഒരല്പം ഉയരം കൂടിയ മേഖലയിൽ നമുക്കിവിടെ കാണാം. നേരത്തെ കണ്ടതൊരു സ്കൂട്ടറിൻ്റെ അവശിഷ്ടമാണ്. വലിയ മരത്തടികളൊക്കെ ഇവിടേക്ക് ഒഴുകിയെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ജനവാസ മേഖലയായിരുന്നു. ഇവിടെ വീടുകൾ തകർന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു സങ്കടം തോന്നുന്നൊരു കാഴ്ച, ഒരു ചക്രക്കസേര ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നവർ എവിടെയാണ്, ഇപ്പോൾ ജീവനോടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ റോഡിലേക്ക് വലിയ പാറക്കല്ലുകൾ മണ്ണ് വീണ് ഏകദേശം മൂടിയ അവസ്ഥയിലാണ്. അതീവ ദുഷ്കരമാണ് ഇതുവഴിയുള്ള ഇനിയുള്ള മുകളിലേക്കുള്ള സഞ്ചാരം. നമുക്കിവിടെ കാണാം, ഈ ഭാഗത്താണ് പുഴ ഗതിമാറി ഒഴുകി ഈ മേഖലയിലേക്ക് കടന്നു കയറിയത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, ഉരുൾ പൊട്ടിയതിൻ്റെ ദൃശ്യങ്ങൾ, ആ വഴിയുടെ ഭീതിതമായ കുറെ കൂടി അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. ഇതൊരു റോഡായി. റോഡിലേക്കാണ് ഇത് പുഴയിൽ നിന്നും വന്നടിഞ്ഞ കല്ലും വലിയ പാറക്കല്ലുകളും വലിയ മരങ്ങളും മരത്തടികളും ഒക്കെ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്.